ഇന്ന് വെറുതെ ഹത്തയിലേക്കൊന്ന് പോകാമെന്ന് ചോദിച്ചു. ഹത്തയിലേക്കൊരു യാത്ര, ക്യാമ്പിങ്, അങ്ങനെയൊക്കെ ഒരു ഒട്ടും പ്ലാൻ അല്ലാത്ത ഒരു യാത്ര. ദൂരെ ഓടി വരുന്ന ട്രക്കുകളൊക്കെ വന്ന് വിശ്രമിക്കുന്നത്. ലേബൈ എന്ന് പറയും, ലേബൈ അങ്ങനെയും പറയും. കാക്ക ഭയങ്കര പ്രിയം. പിന്നെ അതുപോലെ കാക്ക മധ്യേഷ്യയിലുണ്ടായ സാധനം. ഇത് മനുഷ്യന്റെ പുറത്തുനിന്ന് ഓർമ്മകളായിരിക്കും. ഭയങ്കര ബ്രില്യൻ്റാണ്. ഈ മലകൾക്കിടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇത് സൈഡിൽ നമുക്കിങ്ങനെ ഗ്രൗട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത പോലത്തെ ഒരു ഇത് കാണാൻ പറ്റും. ശരിക്കും ഇത് നമ്മൾ ഗ്രൗട്ട് ചെയ്തേക്കുന്നതല്ല, ഇത് നാച്ചുറലി സംഭവിക്കുന്നതാണ്. അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് നമ്മുടെ ഈ റോക്കിൽ ക്രാക്സ് ഉണ്ടാവുന്നു. എന്നിട്ട് അവിടെ മിനറൽസ്, അതായത് കാൽസൈറ്റ്, കോഡ്സ് തുടങ്ങിയ മിനറൽസ് ഒക്കെ വന്ന് അടിയുന്നു. പിന്നീട് വെള്ളം വരുന്ന സമയത്ത്, മഴ പെയ്ത് അല്ലെങ്കിൽ വെള്ളം വരുന്ന സമയത്ത് ഇതെല്ലാം ഈ മിനറൽസ് കൂടെ പോയിട്ട് ഇത് കട്ടിയായിട്ടാണ് ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് വരുന്നത്. അതായത് ഒരു ഗ്രേ കളർ, ഒരു ആഷ് ഗ്രേ കളർ, ഒരു സിമൻറ്റ് ഗ്രൗട്ട് പോലെ തോന്നിക്കുന്ന ഈ ഒരു ഫോമിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, അല്ലാതെ നമ്മൾ ഗ്രൗട്ട് ചെയ്യുന്നതല്ല അവിടെ പോയിട്ട്. എനിക്കിതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ടാണ് ഇത് എന്താണെന്ന് അന്വേഷിച്ച് പോയത്. അപ്പം ഇതാണ് എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാം. ഈ കാണുന്ന പലരും കണ്ടിട്ടുണ്ടാകും. അതായത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് റോഡിൽ ഈ ഒരു സംഭവം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഹെവി വെഹിക്കിളൊക്കെ വരുന്ന സമയത്ത് ബ്രേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരിവിടേക്ക് റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെട്ടിച്ചിട്ട് ഈ ഒരു ഇത് ചരൽ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇടിച്ച് കയറുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടെ പിന്നെ വണ്ടി നീങ്ങത്തില്ല. കുറച്ച് കയറി കഴിയുമ്പോൾ തന്നെ അത് അങ്ങനെ ഇടിച്ച് നിൽക്കും. അതോടെ അമ്മാതിരി സ്പീഡിൽ വന്നിട്ടായിരിക്കും സാധനത്തിൽ ലോഡ് കയറി പോകുന്നത്. അപ്പോൾ ഈ മാക്സിമം ചരലിനകത്ത് കയറി ഓടി കഴിയുമ്പോൾ തീരും. അവിടെ വരെ പോകത്തുള്ളൂ. ചരലിനകത്ത് നിന്ന് കയറുമല്ലേ വണ്ടി. അടിയെല്ലാം പറഞ്ഞു. അവിടെ വേറെണ്ണുണ്ട്. കുഴിയിരുന്നു, അതുകൊണ്ട് അങ്ങ് പൊങ്ങിയത്. ഒരു പൂ മാത്രം